വഖഫ് ബിൽ അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാർ, പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞത് ആ വഖഫ് ബില്ലിനെ എല്ലാ എംപിമാരും പിന്തുണയ്ക്കണം എന്നതാണ്. പിറ്റേ ദിവസം അവർ ക്രിസ്ത്യൻ മതവിഭാഗത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. അന്ന് നമ്മൾ എല്ലാവരും പറഞ്ഞു, ന്യൂനപക്ഷം എന്ന അസ്തിത്വം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ശ്രമം. പ്രതിഷേധത്തിന്റെ സ്വരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമം. ഒരു വിഭാഗത്തിനെ ഇല്ലാതാക്കാൻ മറ്റു വിഭാഗത്തിനെ കൂടെ നിർത്തും, നെഞ്ചോടടുപ്പിച്ച് നിർത്തും. ആദ്യ ശത്രുവിനെ ഇല്ലാതാക്കിയാൽ നേരെ രണ്ടാം ശത്രുവിനെതിരെ തിരിയും. ഒന്നും രണ്ട് ശത്രുക്കളെ ഇല്ലായ്മ ചെയ്താൽ മൂന്നാമത്തെയും നാലാമത്തെയും ശത്രുക്കൾക്കെതിരെ ഇല്ലായ്മ ചെയ്യും. അതുകൊണ്ട് മാർട്ടിൻ നിമോളർ പറഞ്ഞതുപോലെ ആദ്യം അവർ കത്തോലിക്കരെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ കത്തോലിക്കനല്ല. പിന്നെ അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല. പിന്നെ അവർ ജൂതരെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ ജൂതരല്ല. അവസാനം അവർ എനിക്കെതിരെ വന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന വാചകം ഇപ്പോൾ കൂടുതൽ അർത്ഥവത്താകുന്ന നാളുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഏറ്റവും ആദ്യം ഇസ്ലാം മതത്തിൽപ്പെട്ടവർ, രണ്ടാമത് ക്രിസ്ത്യാനികൾ, മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാർ, നാലാമത് പ്രതിഷേധത്തിന്റെ സ്വരമുയർത്തുന്ന മുഴുവൻ ആളുകളും നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ മുഴുവൻ ആളുകളെയും ഇല്ലായ്മ ചെയ്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് വ്യാജ പ്രചരണം നടത്തി അടിച്ചമർത്തി ആ ഫാസിസത്തിന്റെ നാളുകളിലേക്ക് ഈ രാജ്യത്തെ നയിക്കാൻ വേണ്ടി തന്ത്രപൂർവമായിട്ടുള്ള ഇടപെടലുമായി ഭരണാധികാരികൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന സാഹചര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. വഖഫ് ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് വരെ സംഘപരിവാരം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വത്തുവകകൾ ഉള്ളതിൽ ഇസ്ലാം മതം വളരെ മുൻപിലാണ് എന്നതാണ്. ഗവൺമെന്റും പട്ടാള സംവിധാനവും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് റെയിൽവേക്ക് ശേഷം വഖഫ് ബോർഡിന്റെ കീഴിൽ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വസ്തുവകകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് പ്രചരിപ്പിച്ചു. പാർലമെന്റിൽ വഖഫ് ബില്ല് അവതരിപ്പിച്ചു, ലോകസഭയും രാജ്യസഭയും പാസാക്കി. അത് പാസാക്കപ്പെട്ടതിന് ശേഷം പിറ്റേ ദിവസം RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ ഉള്ള ലേഖനം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വത്തുവകകൾ ഉള്ളത് ഇസ്ലാം മതത്തിനാണോ അതോ ക്രിസ്ത്യൻ മതത്തിനാണോ എന്ന രൂപത്തിൽ ഉള്ള ഒരു ലേഖനമാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ആ ലേഖനത്തിൽ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വസ്തുവകകൾ ഉള്ളത് ക്രിസ്ത്യൻ മതത്തിനാണ് എന്നതാണ് ആ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് എഴുതി തയ്യാറാക്കാൻ പറ്റിയ ലേഖനമല്ല അത്. വളരെ നാളെടുത്ത് ഡേറ്റകൾ ശേഖരിച്ച് രാജ്യത്താകമാനമുള്ള ക്രിസ്ത്യൻ മതസ്ഥാപനങ്ങളുടെ കീഴിലുള്ള സ്ഥാപനങ്ങളെ പരിശോധിച്ചുകൊണ്ടായിരിക്കണം ആ കണക്ക് തയ്യാറാക്കിയത്. അതായത് ഇസ്ലാം മതത്തിനെതിരെയും വഖഫ് ബോർഡിന്റെ കീഴിലുള്ള പ്രോപ്പർട്ടിയുടെയും കണക്കുകൾ വലിയ രൂപത്തിൽ പെരുകി കാണിച്ച് ജനങ്ങളിൽ ഒരു തരത്തിലുള്ള വികാരമുണ്ടാക്കി വഖഫ് ബിൽ എങ്ങനെയെങ്കിലും പാർലമെന്റിൽ പാസാക്കി എടുത്തതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ക്രിസ്ത്യൻ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകൾ പുറത്തുവിടുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാക്കുന്നത് വളരെ നേരത്തെ തന്നെ കരുതിക്കുട്ടി പ്ലാൻ ചെയ്ത് തയ്യാറാക്കി വെച്ച ഒരു ലേഖനമായിരുന്നു ആ ലേഖനത്തിൽ ഉൾപ്പെട്ട കണക്കുകൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോ 2457 ആശുപത്രികൾ ക്രിസ്ത്യൻ മതത്തിന്റെ കീഴിലുണ്ട്. അതുപോലെ 3765 സെക്കൻഡറി സ്കൂളുകൾ, 7319 പ്രൈമറി സ്കൂളുകൾ, 3187 നഴ്സറി സ്കൂളുകൾ, 240 മെഡിക്കൽ നഴ്സിംഗ് കോളേജുകൾ, അതുപോലെ നമ്മുടെ രാജ്യത്ത് ആകമാനം 7 കോടി ഹെക്ടർ ഭൂമി, അതേപോലെ 20,000 കോടി മൂല്യമുള്ള സ്വത്തുവകകൾ ക്രിസ്ത്യൻ മതത്തിനുണ്ട് എന്നതാണ് RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ പ്രസിദ്ധീകരിച്ച ലേഖനം. അതേപോലെ തന്നെ ഇസ്ലാം മതത്തിന്റെ കീഴിലുള്ള വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വസ്തുവകകളെയും അതുപോലെ ക്രിസ്ത്യൻ മതവിഭാഗത്തിന്റെ കീഴിലുള്ള ഇത്തരത്തിൽ സൂചിപ്പിച്ച തരത്തിലുള്ള സ്വത്തുവകകളെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ളൊരു ലേഖനം എഴുതുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരാഴ്ച ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ രാജ്യത്താകമാനം നടന്ന ക്രൂരമായിട്ടുള്ള ആക്രമണ പരമ്പര നമ്മുടെ മുന്നിലുണ്ട്. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രിസ്തീയ വിശ്വാസികൾക്കെതിരെ ക്രൂരമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടു. അതുപോലെ തന്നെ രൂപതാ വികാരി ജനറൽ ഫാദർ ഡേവിഡ് ജോർജ്, അതുപോലെ പ്രൊക്യുറേറ്റർ ഫാദർ ജോർജ് തോമസ് എന്നിവരെ പോലീസിന്റെ സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് ക്രൂരമായി മർദ്ദിച്ചത്. മികച്ച വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തിയതിന് 3 തവണ ദേശീയ പുരസ്കാരം കിട്ടിയ ആളാണ് ഫാദർ ജോർജ് തോമസ്. അതിനുശേഷം ഒറീസയിലെ ബർഹാംപൂരിൽ രൂപതയ്ക്ക് കീഴിൽ പോലീസിന്റെ സഹായത്തോടെ പള്ളികൾ കൊള്ളയടിക്കുകയും ഇടവക വികാരി ഫാദർ ജോഷി ജോർജ്, മലയാളിയാണ്, അദ്ദേഹത്തെയും സഹവികാരിയായ ദയാനന്ദ് നായികിനെയും ക്രൂരമായി പോലീസിന്റെ സാന്നിധ്യത്തിൽ വെച്ച് മർദ്ദിച്ചത് നമ്മൾ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ കാണുകയുണ്ടായി. ഛത്തീസ്ഗഡിൽ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിനെതിരെ
വ്യാജ പരാതി കൊടുത്ത് കള്ളക്കേസ് രജിസ്റ്റർ ചെയ്തതും, അതേപോലെ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും സ്ത്രീകൾക്കും കുട്ടികൾക്കെതിരെ ക്രൂരമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഇവിടെ UCF യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം 2024 834 ആക്രമണമാണ് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ നടന്നത്. അത് പള്ളികൾക്കെതിരായിട്ടുള്ള ആക്രമണമാണ്, പുരോഹിതന്മാർക്കെതിരായിട്ടുള്ള ആക്രമണമാണ്, വിശ്വാസികൾക്കെതിരായിട്ടുള്ള ആക്രമണമാണ്. 2023 അത് 734 ഒരു വർഷം കൊണ്ട് 734 834 വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോ ആദ്യം ഇസ്ലാം മതത്തിൽപ്പെട്ട സ്വത്തുവകകൾ കൈയടക്കാനും അതുപോലെ തന്നെ അവരുടെ കീഴിലുള്ള വഖഫ് ബോർഡിനെ തകർക്കാനും വർഷങ്ങളായി ഇസ്ലാം മത വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ നടത്തുന്ന ക്രൂരമായ ആക്രമണ പരമ്പര ഒരു ഭാഗത്ത്, രണ്ടാമത് ക്രിസ്ത്യൻ മതവിഭാഗത്തിന്റെ കീഴിലുള്ള സ്വത്തുവകകളുടെ കണക്കുകൾ ശേഖരിച്ച് പ്രസിദ്ധീകരിക്കുകയും അതെല്ലാം അന്യാധീനമാണ്, അനധികൃതമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം, അതേപോലെ തന്നെ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കെതിരെ ക്രൂരമായിട്ടുള്ള ആക്രമണ പരമ്പരയും നടത്തുന്നു. മറുഭാഗത്തോ എതിർ ശബ്ദം എവിടെയുണ്ടായാലും അവിടെയും ആക്രമണ പരമ്പര തുടരുകയാണ്. അടുത്ത കാലത്ത് ബംഗാളിലും അതുപോലെ തന്നെ ത്രിപുരയിലുമെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെ നടന്ന ക്രൂരമായിട്ടുള്ള ആക്രമണ പരമ്പര കേരളത്തിൽ ഉൾപ്പെടെ നാം നിരവധി ചർച്ച ചെയ്തതാണ്. സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പ്, ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിലുള്ള സ്വർണം, ലൈഫ് അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തിയ അന്വേഷണം, ഇവയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ FSIOയുടെ രൂപത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു കുറ്റപത്രവും കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കാണുകയുണ്ടായി. ഇന്ത്യയുടെ ഭരണഘടനാ കോടതിയാണ് സുപ്രീം കോടതിയും ഹൈക്കോടതികളുമെല്ലാം. 3 വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും കൃത്യമായി പരിശോധിച്ച് മാസങ്ങൾ വാദം കേട്ട് ഒരു അന്വേഷണം നടത്താൻ പോലും തെളിവില്ല എന്ന് പറഞ്ഞ കേസ്, ഒരു നയാ പൈസ പോലും ഗവൺമെന്റിന് നഷ്ടമുണ്ടായിട്ടില്ല, ഗവൺമെന്റിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്വാധീനം ഏതെങ്കിലും വ്യക്തിയോ സംഘടനകളോ വാങ്ങിയതിനൊരു തെളിവുമില്ല എന്ന് പറഞ്ഞ കേസ്, ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണം നടത്താൻ സാധ്യതയില്ല, അതിനുള്ള സാഹചര്യമില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. അത് അവസാനിപ്പിച്ച് 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് FSIOയുടെ രൂപത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? കേരളം ഭരിക്കുന്ന ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റായ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനെ ജനങ്ങൾക്ക് മുന്നിൽ അപമാനിക്കാനും ഈ ഗവൺമെന്റ് എന്തൊക്കെയോ വലിയ തെറ്റുകൾ ചെയ്തു കൂട്ടുകയാണ് എന്ന് ജനങ്ങൾക്കിടയിൽ അപവാദ പ്രചരണം നടത്താനും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം ഭീഷണിപ്പെടുത്താനും വേണ്ടി തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന രൂപത്തിൽ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ആക്രമിക്കുക. ഒറ്റ കാര്യം നമുക്കറിയാം, കുറെ നാളായി നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവിടെ കമ്പനി കാര്യ വകുപ്പിന് കീഴിലുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷിക്കുന്ന ഒരു കേസ് മറ്റൊരു ഏജൻസിക്കും അന്വേഷിക്കാൻ കഴിയില്ല. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടെത്തിയ ഏതെങ്കിലും ഫൈൻഡിങ്ങുകൾ അല്ലെങ്കിൽ ആ ഉത്തരവിന്റെ കണ്ടന്റ് മറ്റൊരു തരത്തിലും ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ യാതൊരു തെളിവുമില്ലാതെ ഒരു കുറ്റപത്രം സമർപ്പിച്ച് കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള കമ്പനി കാര്യ വകുപ്പ്, അതിന്റെ കീഴിലുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, അതിന്റെ കീഴിലുള്ള SFIO, അതിന്റെ കീഴിലുള്ള കമ്പനികൾ, ആ കമ്പനികൾ തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടെങ്കിൽ അവ കമ്പനികാര്യ നിയമത്തിന്റെ പരിധിയിൽ പരിശോധിക്കുന്നതിന് പകരം ഇവിടെ കുറ്റപത്രം സമർപ്പിച്ച് വലിയ തരത്തിൽ ഈ ഗവൺമെന്റിൽ നിന്ന് ഇല്ലീഗൽ ഗെയിനോ ഇല്ലീഗൽ ലോസോ ഉണ്ടാക്കുന്ന തരത്തിൽ ഏതെങ്കിലും വ്യക്തിയോ കമ്പനിയോ പ്രവർത്തിച്ചു എന്ന രൂപത്തിലെല്ലാം വ്യാജ അന്വേഷണവും കളവായ കുറ്റപത്രവുമായി മുന്നോട്ട് പോകുന്നത് നാം കാണുകയാണ്. ഇവ ലക്ഷ്യമിടുന്നത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെയും ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഈ രാജ്യത്തിന് മാതൃകയായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെയുമാണ്. ഞാനിത് സൂചിപ്പിച്ചത് ആദ്യം ഇസ്ലാം, രണ്ടാമത് ക്രിസ്ത്യാനികൾ, മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാർ. അതോടൊപ്പം തന്നെ പ്രതിഷേധത്തിന്റെ സ്വരം ഉയർത്തുന്നവരെ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ വീണ്ടും കേസുകളുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഗോധരായിലെ കലാപം, അതുപോലെ ഗുജറാത്തിലെ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെല്ലാം മറക്കാൻ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് ക്രൂരതയുടെ ആ നാളുകൾ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ, ആ സിനിമ ഇറങ്ങിയപ്പോ അതിന്റെ സംവിധായകൻ, നിർമ്മാതാവ് എല്ലാം ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഇടപെടലിന്റെ ഭാഗമായി നോട്ടീസ് കൊടുത്തു റെയ്ഡുകൾ നടത്തുന്ന നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്തു. പിറ്റേ ദിവസം പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. അതിനുശേഷം ആന്റണി പെരുമ്പാവൂരിന് ആദായ നികുതി വകുപ്പിന്റെ ഓഫീസിൽ നിന്ന് നോട്ടീസ്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? പ്രതിഷേധത്തിന്റെ സ്വരം എവിടെയുണ്ടായാലും ഈ ഗവൺമെന്റ് ചെയ്യുന്നത് തെറ്റാണ് എന്ന് ആര് ചൂണ്ടിക്കാണിച്ചാലും, ആര് ഈ ഗവൺമെന്റിനെ വിമർശിച്ചാലും, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പച്ചയായ രാഷ്ട്രീയ ഇടപെടൽ ഞങ്ങൾ നടത്തും എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവതരിപ്പിച്ച കണക്ക് പ്രകാരം 193 പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ED രജിസ്റ്റർ ചെയ്ത കേസ് 2 മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. അതേപോലെ ഏറ്റവും അവസാനം 10 വർഷത്തിനിടയിൽ ED രജിസ്റ്റർ ചെയ്ത 5000 കേസുകളിൽ 40 കേസുകളിൽ മാത്രമാണ് റിസൾട്ട്.
ED കണ്ടെത്തിയ കള്ളപ്പണം എന്ന രൂപത്തിൽ കണ്ടെത്തിയ പണം 1% പോലും കള്ളപ്പണമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. സുപ്രീം കോടതിയിൽ നിന്ന് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾക്ക് കിട്ടിയ നിരവധി ആക്ഷേപങ്ങളും ശകാര വർഷവുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായി പറയാം, ഏറ്റവും ആദ്യം ഇസ്ലാം മതത്തിൽപ്പെട്ടവർ, രണ്ടാമത് ക്രിസ്ത്യാനികൾ, മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാർ, നാലാമത് പ്രതിഷേധത്തിന്റെ സ്വരമുയർത്തുന്ന മുഴുവൻ ആളുകളും നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ മുഴുവൻ ആളുകളെയും ഇല്ലായ്മ ചെയ്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് വ്യാജ പ്രചരണം നടത്തി അടിച്ചമർത്തി ആ ഫാസിസത്തിന്റെ നാളുകളിലേക്ക് ഈ രാജ്യത്തെ നയിക്കാൻ വേണ്ടി തന്ത്രപൂർവമായിട്ടുള്ള ഇടപെടലുമായി ഭരണാധികാരികൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന സാഹചര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ഹീനമായ നാളുകളിലൂടെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരി വർഗം പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ നടത്തുന്ന ശ്രമത്തിനെതിരെ ഏറ്റവും ജാഗ്രത നമുക്ക് വേണ്ടതുണ്ട്. ഇവിടെ വഖഫ് ബിൽ അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാർ, പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞത് ആ വഖഫ് ബില്ലിനെ എല്ലാ എംപിമാരും പിന്തുണയ്ക്കണം എന്നതാണ്. പിറ്റേ ദിവസം അവർ ക്രിസ്ത്യൻ മതവിഭാഗത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. അന്ന് നമ്മൾ എല്ലാവരും പറഞ്ഞു, ന്യൂനപക്ഷം എന്ന അസ്തിത്വം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ശ്രമം. പ്രതിഷേധത്തിന്റെ സ്വരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമം. ഒരു വിഭാഗത്തിനെ ഇല്ലാതാക്കാൻ മറ്റു വിഭാഗത്തിനെ കൂടെ നിർത്തും, നെഞ്ചോടടുപ്പിച്ച് നിർത്തും. ആദ്യ ശത്രുവിനെ ഇല്ലാതാക്കിയാൽ നേരെ രണ്ടാം ശത്രുവിനെതിരെ തിരിയും. ഒന്നും രണ്ട് ശത്രുക്കളെ ഇല്ലായ്മ ചെയ്താൽ മൂന്നാമത്തെയും നാലാമത്തെയും ശത്രുക്കൾക്കെതിരെ ഇല്ലായ്മ ചെയ്യും. അതുകൊണ്ട് മാർട്ടിൻ നിമോളർ പറഞ്ഞതുപോലെ ആദ്യം അവർ കത്തോലിക്കരെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ കത്തോലിക്കനല്ല. പിന്നെ അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല. പിന്നെ അവർ ജൂതരെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ ജൂതരല്ല. അവസാനം അവർ എനിക്കെതിരെ വന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന വാചകം ഇപ്പോൾ കൂടുതൽ അർത്ഥവത്താകുന്ന നാളുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് ജാഗ്രതയെ